ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് അമ്മയും അമ്മമ്മയൊക്കെ തിരിച്ചു പോണ ദിവസമാണ്. ഞങ്ങൾ വൈശാഖേട്ടൻ്റെ വീട്ടിലുള്ളത്. തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം ഈ കട്ടിൽ പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കുറച്ചൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ. പിന്നെ അവിടെ കിടക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇവ എന്താ പുതിയ സ്ഥലം കണ്ടിട്ട് ചുറ്റോട് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. സ്ഥലം മാറിയതിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല. നന്നായി ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കായിരുന്നു ടെൻഷൻ. പിന്നെ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇത് റോഡ് സൈഡാണല്ലോ. അപ്പോൾ ഓരോ വണ്ടി പോകുമ്പോഴും ഹോൺ അടിക്കും. കാരണം നമ്മൾ ഇവിടെ വളവാണ്. അപ്പോൾ അവിടെ എന്തായാലും ഹോൺ മസ്റ്റാണ്. ആ ഹോണിൻ്റെ ഒച്ച അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കും ചെക്കനങ്ങ് എണീക്കും. എൻ്റെ അമ്മേ, അത് ഓരോ പ്രാവശ്യവും ഞെട്ടി എണീക്കുമ്പോൾ ഞാൻ തട്ടി തട്ടി ഓർക്കണം. അതായിരുന്നു വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് ഞങ്ങൾ ഇതാ താഴെ വന്നിരുന്നു. വൈശാട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അമ്മേൻ്റെ അടുത്ത് മോനെ കൊടുത്തിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇന്നിൻ്റെ ലാസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ്. കാരണം ഇവിടെ ട്രീറ്റ്മെൻറ്റിനുള്ളൊരു സൗകര്യം കാര്യമൊന്നുമില്ല, സ്ഥലപരിമിതികൾ കാരണം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ പോകണം. പിന്നെ അമ്മയും അമ്മമ്മയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ അവിടെ എത്തണം. വൈശാഖേട്ടനും ഉണ്ണിയച്ഛൻ വന്നിട്ടുണ്ട്. ഉണ്ണിയച്ഛനും ഒക്കെ കൂടിയാണ് വയനാട്ടിലേക്ക് അമ്മമ്മേനെ കൊണ്ടാക്കാൻ പോണത്. അമ്മയും പോകുന്നുണ്ട് കേട്ടോ. കാരണം അവിടുത്തെ വീടിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. 3 മാസത്തോളമായില്ല ഇവർ വീട് പൂട്ടിയിട്ടിട്ട്. അപ്പോൾ എന്തായിരിക്കും ഊഹിക്കാലോ. ഇറങ്ങാൻ നേരത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇവരെങ്ങനെ വയനാട്ടിലേക്ക് പോവുക. ഞങ്ങൾ കുറേ പറഞ്ഞു ഇപ്പോൾ പോകേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാം. പക്ഷേ അവിടുന്ന് ഓൾറെഡി ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. വീടൊക്കെ കൂടെ ഒരു അവസ്ഥയാണ്, ഇവിടെ പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആരോ. അപ്പോൾ തൊട്ടിട്ട് അമ്മമ്മയ്ക്ക് ആകെ ടെൻഷനാണ്. അയ്യോ, വീട് അങ്ങനെയായി എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് പോയേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഓരോ കുറ്റം പറയാനും പറ്റില്ല. എല്ലാവർക്കും അവനവൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണല്ലേ. കാരണം ഓരോരോ ആയുസിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ആ വീടും സ്ഥലവും ഒക്കെ. അപ്പോൾ അതിങ്ങനെ നശിച്ചു പോകാമെന്ന് പറയുമ്പോൾ അവർക്കത് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവരങ്ങനെ പോകാമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ എനിക്ക് കൊണ്ടാക്കല്ലാതെ വേറെ വഴിയില്ല. താമരശ്ശേരി ചുരം ബ്ലോക്കായിരുന്നു. അതായത് ഇതിലെ വണ്ടിയൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കടത്തി വിടുന്നുണ്ട് എന്നാണ് ഇന്ന് രാവിലെ കിട്ടിയ ഒരു അറിയിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളെ അവിടെ ആക്കണം. ഉഷമ്മേനെയും കുട്ടിയാണ് ഞാൻ പോണത്. കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എന്താണ് അല്ലുവിന് തുമ്പിക്ക് ക്ലാസ്സും ഇല്ല. അപ്പോൾ അല്ലുവും തുമ്പിയും കാശിയും ഒക്കെ കൂടെ എൻ്റെ ട്രീറ്റ്മെൻറ്റ്. വൈശാഖേട്ടനും ഇവിടെ അല്ല, മൊത്തം ടാസ്ക്. അപ്പോൾ അമ്മേനെയും കൂട്ടിയാണ് പോണത് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ടൈമിലേ നമുക്ക് ഒരാൾ അവിടെ വേണം കേട്ടോ നമ്മുടെ കൂടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അവരെ നോക്കാനും കൂടെ വേണമല്ലോ. അല്ലുവിനും തുമ്പിക്കും ക്ലാസ്സും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ കാര്യം ഏകദേശം തീരുമാനമായി. ഞാനോ വൈശാഖേട്ടനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വരച്ച വരാമെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കളി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി അമ്മ ഡീൽ ചെയ്യായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാശിക്കുട്ടൻ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുകയാണേ. എനിക്കിപ്പോൾ ഈ വീട് കാണുമ്പോൾ സങ്കടമാണ്. ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് ഇല്ല, അമ്മയൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ ആലോചിക്കും വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടേനു. അമ്മ വേഗം വന്ന് ഗേറ്റൊക്കെ തുറന്നു തന്നിട്ടുണ്ട്. ഒരു കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ റെഡിയായി നിൽക്കുകയാണ്. തുമ്പിമോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഈശ്വര, ഇനിയിപ്പോൾ ഈ പെണ്ണ് പോകണം എന്നാണ് വാശി പിടിക്കുമല്ലോ. എല്ലാവരും പോവുക, അപ്പോൾ ഇവളും പോവുക എന്നുള്ളൊരു ധാരണയിലൊക്കെ നിൽക്കുകയായിരിക്കും. അമ്മച്ചനും കാശിക്കുട്ടനും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ. ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുകയെന്ന് അറിയില്ല, ഇനി ഓരെപ്പോഴും അങ്ങോട്ടേക്ക് വരിക എന്നറിയില്ല, ഒന്നും അറിയില്ല. അമ്മമ്മയ്ക്ക് ആകെ ഒരു എന്താ പറയുക, എൻ്റെ കാര്യം അലച്ചൊക്കെ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അമ്മമ്മയുടെ കാര്യം അലച്ചിട്ടാണ് ആകെ ടെൻഷൻ. ഇപ്പോൾ അവിടെ പോയിട്ട് വീടൊക്കെ കൂടെ അലമ്പായി കിടന്നാൽ ഒറ്റയ്ക്ക് എടുക്കും. സഹായത്തിന് ഒരാളെ വിളിക്കുകയെന്ന് പറഞ്ഞാൽ പോലും അമ്മമ്മ ചെയ്യില്ല, അമ്മമ്മ ഒറ്റയ്ക്ക് എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ആകെ കൂടെ ഒരു ടെൻഷനാണ് ഇവർ പോകുന്ന സമയത്ത്. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിഞ്ഞൂടാ. അമ്മമ്മ അതാ മോനെ കിട്ടിയപാട് മോനെ കുളിപ്പിച്ച് തന്നിട്ട് പോവാടി എന്ന് പറഞ്ഞിട്ട് കുളിപ്പിച്ച് തരിക കേട്ടോ. എപ്പോഴും അതെ, അമ്മമ്മേനെ കൊണ്ട് എന്താണോ എനിക്ക് ചെയ്തു തരാൻ പറ്റുക അതിൻ്റെ മാക്സിമം ചെയ്ത് തന്നിട്ട് അമ്മമ്മ പോവുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇപ്പോൾ ഇതാ ഇന്ന് നേരം വൈകി പോകാമെന്ന് പറഞ്ഞ് പോകേണ്ടതിന് പകരം അമ്മമ്മ വേഗം മോനെ കുളിപ്പിക്കാനാണ് നിന്ന്. മോനെ കുളിപ്പിച്ച് തന്നിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇതാ രേവതി കിഴി കെട്ടുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണെന്ന് ഞവരക്കിഴിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കിഴിയാണ് ഞവരക്കിഴി കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്കറിയാലോ, ഇതങ്ങ് കിഴിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആവും, ഭയങ്കര സ്മൂത്ത് ആവും. നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ ഇത് അവരെല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മമ്മ കാശിക്കുട്ടനെ കുളിപ്പിക്കുകയാണ്. അമ്മമ്മയ്ക്ക് സങ്കടമാണ് കേട്ടോ. എനിക്ക് തന്നെ എങ്ങനെയാണ് അതിന് വോയിസ് ഓവർ കൊടുക്കേണ്ടത് എനിക്കറിയില്ല. എനിക്ക് ആകെ മൊത്തം സങ്കടമാണ്. അമ്മമ്മ കൂടെ ഉണ്ടാകുമ്പോൾ മുമ്പൊക്കെ അതിൻ്റെ ഇതൊന്നും അറിയില്ല. പക്ഷെ പോകുന്നതിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ സങ്കടം വരിക. അമ്മയൊക്കെ പോകുമ്പോൾ എന്താ അറിയുക, എനിക്കറിയില്ല. ഉഷമ്മ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കുളിപ്പിക്കുന്നത്. ഉഷമ്മയ്ക്ക് പേടിയാണ് കേട്ടോ. ഉഷമ്മ കുളിപ്പിക്കാറില്ല. വീട്ടിലെത്തിയാനിപ്പോൾ ഞാൻ തന്നെ കുളിപ്പിക്കേണ്ടി വരും. ഹേസുവിനെയൊക്കെ ഞാൻ തന്നെ കുളിപ്പിച്ചത്. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ നമ്മളെ കാശിക്കൂട്ടൻ ഉറങ്ങുന്നുണ്ടോ, കണ്ണൊക്കെ മൂടി വെച്ചിട്ട് ചിരിക്കണൊക്കെ ഉണ്ട് കള്ളൻ അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഇനിയിപ്പം ഇവനെ ഞാൻ പാലൊക്കെ കൊടുത്തിട്ടാണ് ഈ ഉറങ്ങണം കേട്ടോ. കുളി കഴിഞ്ഞ് പാലും ഒക്കെ കൊടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അധികം ഇങ്ങനെ നന്നായി ഉറങ്ങിക്കോളും. പക്ഷേ അവന് തൊട്ടിലിടാത്തത് ഇവർ പോയി കഴിഞ്ഞിട്ട് തൊട്ടിൽ കിടത്താമെന്ന് വിചാരിച്ചിട്ടാണ്
എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഒരു പോയി കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്യാണ്. അല്ലുട്ടനാണെങ്കിൽ ഒരു ദിവസത്തെ 100 ക്വസ്റ്റ്യൻ തികയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. 100 ക്വസ്റ്റ്യൻ. അവരിപ്പോൾ പോയിട്ടോ, അച്ഛൻ എപ്പോഴാണ് തിരിച്ചു വരിക, ഇവരിനി എപ്പോഴാണ് അങ്ങോട്ട് വരിക, നമ്മൾ വീടുണ്ടാക്കിയാലും ഇങ്ങോട്ട് വരുമോ തുടങ്ങിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസാണ് അല്ലുട്ടൻ കേട്ടോ. തുമ്പിമോളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പേടി, ഇനിയിപ്പോൾ എന്താകും എന്നറിയില്ല. അമ്മച്ചൻ എന്ത് പറ്റിയതാണെന്ന് കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചൻ്റെ ഒരു സൈഡ് ഫുള്ളി പാരലൈസ്ഡ് ആയതാണ്, മറ്റേ സൈഡിലൊരു കാല് ആംപ്യൂട്ട് ചെയ്തതാണ്. സോ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വീൽ ചെയർ പറ്റില്ല. വീൽ ചെയർ അമ്മച്ചന് കംഫർട്ടല്ല, ഉണ്ട് പക്ഷേ കംഫർട്ടല്ല. വൈശാഖേട്ടൻ ഇനി നമ്മുടെ കാറ് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവർ ഈ കാറിൽ പോയിട്ട് ഏട്ടനെ അവിടെ നിന്ന് കൂട്ടുക ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള പ്ലാനാണ്. ഇത് അമ്മച്ചൻ്റെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കിടക്കുകയാണ് കേട്ടോ. കാരണം സ്മൂത്തായിട്ട് ചെറിയൊരു കിടക്കാൻ മതിയല്ല കട്ടിലേക്ക്, അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. എത്രയൊക്കെ നമ്മൾ ഓർത്തോർത്ത് എടുത്ത് വെച്ചാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി എടുത്ത് വെക്കുകയാണ്. നമുക്ക് തന്നെ എല്ലാം എടുത്തു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെയും പോയി നോക്കുമ്പോഴേക്കും എന്തെങ്കിലും അവിടെ ഉണ്ടാവുക. ഇനിയിപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒന്നുകൂടി ഒരു എന്താ പറയുക ഇൻസ്പെക്ഷൻ നടത്തേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ബാക്കി അവിടെ ഉണ്ടോ എന്നിട്ടോ. അങ്ങനെ ഇനി വൈശാഖേട്ടൻ പോവുകയാണെന്ന് പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ അവരോട് യാത്ര പറയുന്നത് ഞാൻ കരയില്ല എന്ന് ആദ്യം ഉറപ്പിച്ചത്. ഞാൻ കരഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ ഒരു കൂട്ടക്കരച്ചിലേക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കരയില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് പകരം കൂടെ എൻ്റെ തുമ്പിമോൾ നല്ല കരച്ചിലാണ് കേട്ടോ. ഒരു പോവാന്ന് കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നോക്കും മനസ്സിലാവുന്നില്ല. ഓക്കും പോകണം തന്നെയാണ്. പിന്നെ ഓൾറെഡി പോണത് ഇത്രയും റിസ്ക്കിലാണ്. അതിൽ മക്കളെയും കൂടെ വിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അല്ലു കുറേ ചോദിച്ചാൽ ഞാൻ പോട്ടെ എന്ന്, പക്ഷേ ഞാനത് സമ്മതിക്കാഞ്ഞ്. പിന്നെ തുമ്പി അമ്മച്ചന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടൊന്നും കൊടുത്തില്ല, എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉമ്മ തരൂല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിണക്കക്കാരിയാണ്, ആദ്യം പിണക്കം പിന്നെയാണ് ഒക്കെ കാര്യം ഉണ്ടാവുക. അങ്ങനെ കുറേ കോളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഉമ്മ കൊടുക്കാൻ പോയിട്ട് നമ്മൾ കൊടുക്കണേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഞെട്ടിച്ചൊക്കെ നോക്കി, ഒന്ന് കൊടുക്കടി, ഒരു ഉമ്മ കൊടുക്കടി, പാവലടി അമ്മച്ചെന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടൊന്നും ഒരു കാര്യം നടക്കുന്നില്ല കേട്ടോ. അവൾ പിടിച്ച എന്താ പറയുക മുയലിന് 3 കൊമ്പരല്ലേ. ഇനിയിപ്പോൾ ഒറ്റ പെൺകുട്ടിയല്ലേ, ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞോളെ ശരിയാക്കും. അപ്പോൾ ഇത് പിന്നെ പ്രായത്തിൻ്റെയൊക്കെ ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്തിട്ടുള്ളൂ കൊടുക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് മുക്കുമിഠായി വാങ്ങി തരാം, കാശി കുഞ്ചിയിലിടാൻ പൈസ തരാം, അങ്ങനെ ചെയ്യാം ഓഫറൊക്കെ കൊടുത്തിട്ടൊന്നും മുപ്പത്തി വഴങ്ങുന്നില്ല. ലാസ്റ്റ് അമ്മച്ചൻ കരയുന്നുള്ള സെൻറ്റിമെൻ്റൽ പദപ്രയോഗം നടത്തിയപ്പോഴാണ് കുട്ടിയുടെ ഉമ്മ കൊടുത്തത്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ ഈ കാട്ടിക്കൂട്ടൽ കാരണം എല്ലാവരും ചിരിയിലായിരുന്നു കേട്ടോ. അല്ലാതെ ഇപ്പം ഓളും കൂടെ ഇപ്പോഴും കൂടെ കരയുകയാണെങ്കിൽ പിന്നെ ആകെ മൊത്തം ശോകമുഖമായനെ. അമ്മയും ഉണ്ണേശ്വരും ഇന്ന് ഇവരവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് പിറ്റേന്ന് പുലർച്ചയ്ക്കാണ് പോവുക കേട്ടോ. അങ്ങനെ ഉണ്ണേശ്വരന് മൂന്നാറിൽ ബുധനാഴ്ച, ഇപ്പോൾ നിങ്ങൾ ഏത് ദിവസം വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല, ബുധനാഴ്ച അവിടെ റിപ്പോർട്ട് ചെയ്യണം, ജോയിൻ ചെയ്യണം മൂന്നാറിൽ. പിന്നെ ഇപ്പം കയറുന്ന ഡെപ്യൂട്ടി ലേബർ ഓഫീസറിൻ്റെ പോസ്റ്റിൽ തന്നെയാണ് കയറുന്നത് കേട്ടോ. ഒരു 5-6 മാസം അവിടെ തന്നെ ഉണ്ടാവും. അല്ലുട്ടൻ അങ്ങനെയല്ല കേട്ടോ. അല്ലുട്ടൻ അവർ പോവുകയാണെങ്കിലും സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ പുറത്തേക്ക് ഓവറായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏതാ ഇതുപോലെ കരഞ്ഞങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ കരയാതെ മനസ്സിൽ ഒതുക്കുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയില്ലേ. അല്ലു അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ മരിച്ച സമയമായിക്കോട്ടെ, അല്ലെങ്കിൽ അതൊന്നും പിന്നെ അവനെ അധികം അറിയാനായിട്ടില്ല. പിന്നീട് അമ്മച്ചനെ കാണുന്നില്ല എന്നൊരു സങ്കടം ഓനുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് എപ്പോഴൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വേറെയും കുറേ, ഇപ്പോൾ വൈശാഖേട്ടൻ ഗൾഫിൽ പോയി കഴിഞ്ഞാലൊക്കെ ഇവൻ കരയുന്നത് കുറവാണ്, പക്ഷേ ഇവൻ എന്താ പറയുക, അവൻ ആ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയില്ലേ അത് ഭയങ്കര ഇതാട്ടോ. ഇപ്രാവശ്യം അങ്ങനെ എന്നോട് പറഞ്ഞ് അമ്മ ഓരൊക്കെ പോയിട്ടേക്ക് ഭയങ്കര സങ്കടമാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അമ്മമ്മയോളെ സമാധാനിപ്പിക്കണ്ടോ, ഓക്ക് തീരെ ഒന്നും പറ്റണില്ലേ. അമ്മമ്മയൊക്കെ പോവാന്ന് കണ്ടപ്പോൾ തന്നെ കുട്ടി ആകെ ഉടഞ്ഞു പോയി. എനിക്ക് ആദ്യമേ അറിയാം അവളിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നു. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നൊന്നും. ചെറുതല്ലേ, ഓക്കാണെങ്കിൽ ഓരോ ഏട്ടങ്ങ് സെറ്റായി, ഓളെല്ലാ കാര്യവും ഓരോന്ന് നോക്കല്, ഞാനൊന്നും അറിയലേ ഇല്ല. അപ്പോൾ അയ്യോ ഇനി എന്താവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടേനെ അപ്പോൾ കേട്ടോ. പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ എത്ര നല്ല ആൾക്കാരായിക്കോട്ടെ, എന്നാലും വെക്കുമ്പോൾ അമ്മയൊക്കെ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിരിക്കില്ല. ഞാൻ അത്രയും കാലം ഒന്നും അറിഞ്ഞില്ല. എന്നുവെച്ചാൽ ഇന്നലെ ഒരാൾ കമൻറ്റ് കണ്ടിരുന്നു, പെൺകുട്ടികളുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്, ഒരു കംഫർട്ട് സോണാണ് അവർക്ക്, ഓരോ വീട്, ഒരമ്മ, ഒരച്ഛൻ എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ പിന്നെ എത്ര നല്ല ആൾക്കാരാണെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് വേറെ തന്നെയല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടം കേട്ടോ ഇവർ പോവാം. പക്ഷേ ഇവർ പോകാണ്ടിരിക്കാൻ വേറെ വഴിയില്ല, കാരണം എല്ലാവരും സാഹചര്യങ്ങളും മനസ്സിലാക്കണം. എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്ന് കട പോയി എന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഇപ്പോൾ റീനമ്മയ്ക്കാണെങ്കിലും ഉണ്ണിച്ചനാട് ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എത്രയെന്ന് വെച്ചിട്ടാ ഇനിയിപ്പം ചെറുപ്പ വീട്ടിലാണെങ്കിൽ കൂടി ഒരു 3 മാസം ആകുമ്പോൾ ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടേ. സോ എപ്പോഴാണെങ്കിലും ഞാനത് ഫേസ് ചെയ്യണം. സോ കുഴപ്പമില്ല, പക്ഷേ സങ്കടം എന്തായാലും ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചാൽ കിടന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ കിച്ചൂട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്.
ഇവൻ്റെ കാര്യം ആലോചിച്ചിട്ട് അമ്മമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. നീ ഇങ്ങനെയാടി ഇവനെ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. കുറേ ആയില്ലേ ഹേസുവിനെ അന്ന് കുളിപ്പിച്ചില്ല. ഹേസു 3-ാം മാസത്തിലാണ് വന്നത്. ഇപ്പോൾ ഇത് 70 ദിവസമായി. ഇവർ പോകുമ്പം കിച്ചുട്ടന് 70 ദിവസം കേട്ടോ. കിച്ചുട്ടൻ തന്നെയല്ലേ വായിൽ തന്നെ കാശിക്കുട്ടൻ കേട്ടോ. കിച്ചുവിനെ വിളിച്ച് വിളിച്ച് കിച്ചുട്ടൻ തന്നെ പറഞ്ഞു പോവാണ്. കാശിക്കുട്ടന് 70 ദിവസമാണ് കേട്ടോ. അമ്മയും ഉണ്ണീച്ചനും പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരുമല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേക യാത്ര പറച്ചിലൊന്നും ഇല്ലേനു. അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞ ഒരു പോവാണ്. അങ്ങനെ പോയി വണ്ടിയൊക്കെ വളച്ചാടെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് അമ്മച്ച ഷർട്ട് ഇട്ടില്ല. അമ്മച്ചൻ്റെ ഷർട്ടൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പറഞ്ഞ് നമ്മളത് കൊണ്ടു കൊടുക്കുക ചെയ്തത്. തുമ്പിമോൾ കരച്ചിൽ നിർത്തണേ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടി കരഞ്ഞാണ്ട് എനിക്ക് ആകെ സങ്കടമാവും. അയ്യോ ഇനി ഇവൾ ഇങ്ങനെ തന്നെ സങ്കടം പിടിച്ച് പോകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ ആയിരുന്നു. ഇവർ പോകണ കാര്യത്തിലായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ആദ്യമേ ഒരു ടെൻഷൻ പാർട്ടി ആണല്ലോ, ഒരു ഓവർ തിങ്കിങ് ടൈപ്പാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇത്രയും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം ഞാൻ തന്നെ വണ്ടി ഓടിക്കില്ല, നീന്തൽ എനിക്ക് സ്വിമ്മിങ് പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം എനിക്കത് പേടിയായിട്ടാണ്. അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ വൈശാഖേട്ടനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിലും അപ്പുറത്ത് കുത്തുന്നിട്ട് അയ്യോ അമ്മേ എന്നുള്ള പ്രത്യേക തരം സൗണ്ടുകളൊക്കെ ഓപ്പോസിറ്റ് വലിയ വണ്ടികൾ വരുമ്പോൾ ഞാൻ പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ ആ കണക്കിന് ഈ ഒരു അവസ്ഥയിൽ, അതായത് വെള്ളം കയറിയിട്ടുണ്ട്, ചുരം ഇടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചുരത്തിൻ്റെ അവിടെ ഇനി വണ്ടി കടത്തി വിടുന്നില്ല എന്നൊക്കെ തലേ ദിവസം വരെ കേട്ട് ഇന്ന് രാവിലെ ചുരം തുറന്നുണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് ശേഷം എനിക്ക് ആകെ ടെൻഷനായി. ഇവർ പോകുമ്പം എന്താക്കും, ലൈക്ക് എന്താ ഇവർ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെ. ഞാൻ 10-15 പ്രാവശ്യം നല്ല വിളിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തിയിട്ടുണ്ട്, അതിനൊരു സമാധാനം. അങ്ങനെ പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. വലിയ അലമ്പില്ലാതെ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എനിക്ക് പേടിയായിരുന്നു അല്ലുവിനെയും തുമ്പീനെയും കാശിനെയും ഒക്കെ കൂടെ അമ്മ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. പക്ഷേ അല്ലും തുമ്പി അമ്മേൻ്റെ അടുത്ത് അടങ്ങി ഇരുന്നിട്ടുണ്ട്. കാശി അപ്പോൾ ഉറങ്ങി ഉറക്കാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവരൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും സ്കിന്ന്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിരിക്കും, നമുക്ക് ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പം ഇത് ധൂമപാനമാണ്. അങ്ങനെ അതും ചെയ്തു. അപ്പോഴത്തേക്ക് ഇതാ രേവതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യൂലേ, ഈ വീട്, ഈ വ്യൂ. നമുക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കുറേ ഒരു 3 മാസമാണ് താമസിച്ചതെങ്കിൽ കൂടിയും ഒരു എത്രയോ വർഷം താമസിച്ചൊരു ഫീലാണ് എനിക്ക്. ചിലപ്പോൾ സെയിം റൊട്ടീൻസൊക്കെ ആയിരിക്കും പല ദിവസവും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം എനിക്ക് എൻ്റെ സെയിം റൊട്ടീനൊക്കെ തന്നെയായിരുന്നു കുറേ. പക്ഷേ അമ്മമ്മ, അമ്മച്ചൻ എല്ലാവരും ഇവിടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. പിന്നെ കുറേ പേര് പുതിയ വീടുണ്ടാക്കാനുള്ള പ്ലാൻ എന്തായി, പുതിയ വീടുണ്ടാക്കണില്ലേ എന്ന് പറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ, അതൊക്കെ മനസ്സിൽ തന്നെ ഉണ്ട്. അത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെയ്യണം ഓഫ് കോഴ്സ്. കാരണം നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ ഒരു റൂമിൽ ഇത്രയും സാധനം സ്റ്റഫ് ചെയ്യുക, പിന്നെ എന്താ പറയുക, നമ്മളെല്ലാം ഒരു റൂമിലേക്ക് ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. ആദ്യമൊക്കെ എളുപ്പമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്തേക്ക്. പക്ഷേ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ 5 പേരുടെയും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കണം. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ആ റൂമിൽ ഒതുക്കുക എന്ന് പറയുമ്പോൾ കുറേ ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തായാലും കുട്ടികളൊക്കെ വലുതായി വരികയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും സെറ്റാക്കണ്ടേ. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് എന്തെങ്കിലും അപ്ഡേഷനൊക്കെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ രേവതിയും ബായ് പറഞ്ഞു പോവാണ്. എല്ലാവരും പോയിട്ട് രേവതി നമ്മൾ 14 ദിവസം നമ്മുടെ കൂടെ നിന്നൊരു എന്താ പറയുക, ഫാമിലി മെമ്പറിനെ പോലെ തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു കുട്ടിയാണ്. അപ്പം ആളുടെ അടുത്തും ബായ് പറഞ്ഞു. ആളും സേഫായിട്ട് ആളുടെ നാട് കൊല്ലത്താണ് കേട്ടോ. ആൾ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റിന് എടുത്തിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചൊക്കെ അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ കാശിക്കുട്ടിനെ കുളിപ്പിച്ച ബേസണൊക്കെ അല്ലേ, അതൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ, പിറ്റേന്ന് കുളിപ്പിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഇനി മേലഴിക്കാനൊക്കെ ആണെങ്കിൽ ഇതല്ലേ വേണ്ടത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഞാൻ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പാടെ ഒരു ചുക്ക് കാപ്പിയൊക്കെ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നതൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ സാധനങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വേറെ വഴിയില്ലല്ലോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേഗം ഭക്ഷണം കഴിക്കണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഈ ഒഴിച്ചിലും കിഴിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിശന്ന് അങ്ങോട്ട് അടപടലം വിശക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആയി ഉണ്ടാവും. വേഗം പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കിടക്കണം എന്നുള്ളൊരു മൈൻഡായിരിക്കും നമുക്ക് ഉണ്ടാവുക. എത്രത്തോളം പോസിബിളാണെന്നറിയില്ല. വീട്ടിൽ റൂമിൽ പോയി നോക്കിയാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഒതുക്കുകയും വെറുക്കുകയൊക്കെ വേണ്ടേ. തത്സമയം പുറത്ത് നല്ല അടിപൊളി മഴ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ കരകരപ്പൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. നിങ്ങൾ തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരുത്തി ടീച്ചറും കുട്ടികളും കളിക്കാൻ കേട്ടോ. പണ്ട് ഞാൻ മട്ടലൊക്കെ വെച്ചിട്ടായിരുന്നു. ഇങ്ങനെ മട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ, നമ്മൾ ഈ ഓലേൻ്റെയൊക്കെ ആ വിറക് അതൊക്കെ നിരത്തി വെച്ച് കുട്ടികളാക്കിയിട്ട് ഞാനും ഇതുപോലെ വടിയൊക്കെ എടുത്ത് കളിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തുമ്പി കളിക്കുന്നുണ്ടപ്പോൾ എനിക്കതങ്ങനെ ഓർമ്മ വന്ന്. ശരിക്കും പെൺകുട്ടികൾ വേറൊരു ട്രാക്കിലും ആൺകുട്ടികൾ വേറൊരു ട്രാക്കിലും തന്നെയല്ലേ പോവുക. അല്ലുവിനെയും തുമ്പീനെയും കാണുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്.
കാശിക്കുട്ട ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇനി മെല്ലെ എണീപ്പിക്കട്ടെ അവനെ, എന്നിട്ട് കുറച്ച് പാലൊക്കെ കൊടുക്കട്ടെ. അപ്പോഴത്തേക്കും ബാക്കി ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടുന്ന് എടുക്കാനുണ്ട്. ഈ തൊട്ടിലൊക്കെ ഇവിടുന്ന് എടുക്കാനുള്ളതാണ്. അതൊക്കെ എടുത്തിട്ട് ഇനി ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ, കാരണം വൈശായിട്ടും ഇവിടെ ഇല്ലല്ലോ. തുമ്പിയാണെങ്കിൽ അവിടുന്ന് കാര്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവളെ ഓരോ ഒച്ചയ്ക്ക് ഞെട്ടി എണീക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഓൻ തന്നെ അങ്ങ് ഉറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടി ജനഗണമനയൊക്കെ പാടുകയാണ്. ഇതേ എന്റെ ടീച്ചർ പഠിപ്പിച്ചെന്നുള്ളൂ, വേറെ പാട്ടൊന്നും പഠിപ്പിച്ചെന്നില്ല. ആണല്ലേ? ആശ ടീച്ചറെ ഒന്ന് കാണട്ടെ. ഏതാ? എടിവെട്ടുന്നു കാറ്റടിക്കുന്നു അയ്യോ. എനിക്കറിയില്ല. എനിക്കും അറിയില്ല. ടീച്ചറോട് ചോദിക്കാം. അന്നെ അമ്മമ്മ പഠിപ്പിച്ചെന്ന പാട്ടൊന്ന് പാടിത്തരുമോ റീനമ്മ? ഒരു കാറ്റ് മൂളണ്. ഒരു കാറ്റും കേക്കണ് ഒരു കാലിൽ അലക്കിളിയേ ഒരു കാറ്റൂടണ്. ചെറിയ അറിയുള്ളൂ, ബാക്കി അറിയൂല. ഒരു കാറ്റ് മൂളണ് ഒരു പാട്ടിനീണം കേക്കണ് ഒരു കാതിലോല കിളി ചൊല്ലണ് ഒരു കാശിക്കുട്ടിന് പാല് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. കാരണം തുമ്പിമോൾ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞോളും. അങ്ങനെ ഇനി കാശീനെ എടുത്ത് നമ്മളിതാ പോവുകയാണ് ഗൈസ്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ എടുത്ത് വെക്കണം. ബാക്കിയൊക്കെ ഏട്ടൻ വന്നിട്ട് എടുത്തോളാന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടനും കൂടെ വന്നിട്ട് എടുത്തോളൂ. ഇപ്പോൾ കൊണ്ടുപോകാൻ്റെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തോളാൻ പറഞ്ഞു. ബാക്കി കുറേയൊക്കെ വീട്ടിലെത്തിയിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കണ്ടോ, എല്ലാവരും കയ്യിലൊക്കെ ഓരോ നള്ളി പിടിച്ച് വെച്ചിട്ട് കൊണ്ടുപോവുകയാണ്. അമ്മയ്ക്ക് കാലിന് വേദനയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറലും മുകളിലേക്ക് വരലും ഒന്നും നടക്കൂല. അപ്പോൾ ഇനി അതൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ സെറ്റായി പോകണം ഞങ്ങൾ. ഫൈനലി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചതാ ഈ ഗേറ്റ് ഇങ്ങനെ അടയ്ക്കുമ്പോണ്ടല്ലോ നെഞ്ചിങ്ങനെ പൊട്ടാന്ന് പറയില്ലേ, ദതുക്കൂട്ടായിരുന്നു. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്യും. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം എന്നൊക്കെ പറയില്ലേ. അയ്യോ, എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ട് ആ സമയത്ത്. അയ്യോ, ആ ഗേറ്റൊക്കെ അടച്ച് അമ്മയും ആരുമില്ല അവിടെ, നമ്മൾ തിരിച്ച് പോവാന്നൊക്കെ പറയുമ്പം ഇനി ഞങ്ങൾ ഇതുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വീടാക്കി എടുത്താൽ മാത്രമേ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവരെത്ര അങ്ങനെ വന്ന് നിൽക്കാനൊന്നും നമുക്കിപ്പോൾ അവിടെ ഒരു കൂട്ടുകുടുംബമാണ്, അത്രയും ആൾക്കാരുണ്ട്, പിന്നെ എക്സ്ട്രാ റൂമില്ല. അപ്പം അതൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ വന്ന് നിൽക്കലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളൊരു ഇത്, എനിക്ക് വീടൊക്കെ ആവണം, പെട്ടെന്ന് ആവട്ടെ എന്ന് ഞാൻ തന്നെ സ്വയം ആഗ്രഹിക്കുന്നു. പോകുന്ന വഴിക്ക് ഇതാ വെള്ളതാ ഈ അവസ്ഥയിലായിട്ടുള്ളത്. ഇത് നമ്മളെ കുറുങ്ങോട്ടോടോ പാലാണ്. അന്ന് ഞാൻ ഫുട്ബോളിൻ്റെയൊക്കെ കാണിച്ചെന്നില്ലായിരുന്നോ നിങ്ങൾക്ക്? അവിടുത്തെ ആ സ്ഥലം തന്നെ. അപ്പോൾ ഇത് ഈ പാലം കഴിഞ്ഞ അവിടെ തന്നെ നമ്മളെ വീടാണ് കേട്ടോ. ആ വളവ് തന്നെയുള്ള നമ്മളെ വീടാണ്. ഇങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ അതിലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വെക്കണം. ഇളയമ്മ വാതിൽ തുറക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇളയമ്മ കുളിക്കുകയായിരുന്നു, അതുകൊണ്ട് ഒരു ഇച്ചിരി ലാഗ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവരൊക്കെ പിടിച്ച് കയറട്ടെ. തുമ്പീൻ്റെ കരച്ചിലൊന്നും അപ്പോഴും കഴിഞ്ഞില്ല. എന്തെങ്കിലും കാരണം മതിയിട്ടുണ്ട് തുമ്പിക്ക് കരയാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയൊരു എനച്ചിലോട് കൂടിയാണ് ഇന്ന് ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അല്ലൂസാണ് ക്യാമറമാൻ. അതാണ് ഓളെ വയ്യാലെ പോയി ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ. സാധനങ്ങളൊക്കെ അതാ അങ്ങോട്ടേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച്. അവിടെ വെച്ചാൽ നാശമായി പോകുന്നതും പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിച്ചുക്കായി പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടോ. വിച്ചുക്കായി നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള ഓട്ടോ വിച്ചുക്കായിൻ്റെ, കാരണം ഭയങ്കര സേഫായിട്ട് എത്തിച്ചോളും. അങ്ങനെ അപ്പോൾ അതാ അല്ലൂട്ടൻ്റെ കയ്യിൻ്റെ വിരലാണ് നിങ്ങൾ ആ സൈഡിൽ മറവായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് മൂപ്പരൊരു പറച്ചിലും പറഞ്ഞു, അമ്മേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് നേരം എൻ്റെ കൈ പൊടിയായി പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ അല്ലേ. മഴ ഇങ്ങനെ നമ്മൾ വിചാരിക്കും നിന്ന് കുറഞ്ഞെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അപ്പോഴത്തേക്കും അതേപോലെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് പെയ്തുകൂടെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇന്നും ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസമാണെങ്കിലും ഇവിടെ ഹെവി മഴയാണ് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുക. എന്താ ഇപ്പോൾ ദൈവമേ 2018 നടന്ന പോലെ തന്നെ ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ മഴയൊന്ന് കുറയണേന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാവില്ലേ. ഓരോരുത്തരുടെ വീടും
എല്ലാം വെള്ളത്തിലായൊരവസ്ഥ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ലെവലിലാണെന്ന്. കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സേഫ് അല്ലേ, കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണല്ലോ ഞാൻ പൊതുവേ പറയാറ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സേഫാണ് കേട്ടോ, ഇവിടേക്ക് വെള്ളം കയറുന്ന ഒരു അന്ന് 2018 പോലും ഇവിടേക്ക് കയറിയിട്ടില്ല. അപ്പം സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ കൊടുവള്ളി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ വെള്ളം കയറി താമരശ്ശേരി, കൊടുവള്ളി, കോടഞ്ചേരി ഭാഗം അതൊക്കെ അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മളൊരു സിറ്റി പറയുമ്പോൾ കൊടുവള്ളി എന്ന് പറയുന്നത്, ഞാൻ പ്രോപ്പർ കൊടുവള്ളിയല്ല, കൊടുവള്ളിയിൽ നിന്ന് കെട്ടാങ്ങലേക്ക് പോണ വഴിക്കാണ് നമ്മുടെ വീട് കേട്ടോ. തലപ്പെരുമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ വന്ന പാട് ഇതാ തുമ്പി ഫ്രൂട്ട്സിലേക്ക് കടന്നിട്ട് ഞാൻ ചോറിലേക്ക് ഞാൻ വേഗം പോയി ചോറ് നിന്നിട്ടേക്ക് അങ്ങനെ വിശന്ന് കൊടല് കരിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇവിടെ അച്ഛമ്മയും മോനും ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഓനങ്ങനെ നിലത്ത് കിടത്തിയിട്ട് ഒന്നും ശീലമല്ലല്ലോ, അപ്പോൾ മൂപ്പര് ചെറുതായിട്ടൊക്കെ ചിണുങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതാ എല്ലാവരും ചെസ്റ്റ് നമ്പർ 1, ചെസ്റ്റ് നമ്പർ 2, ചെസ്റ്റ് നമ്പർ 3 എന്നെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കാശീനെ പാലെടുത്ത് ഉറക്കണം. ഓനങ്ങനെയൊക്കെ കിടത്തി ആട്ടിയൊക്കെ നോക്കുന്നുണ്ട് ഞാൻ. എനിക്കാണെങ്കിലുണ്ടല്ലോ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്തൊരു ശീലമല്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ പയ്യെ എല്ലാം ശീലിക്കണം. കാരണം ഞാനൊക്കെ പാല് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അമ്മേനെ അങ്ങ് വിളിച്ച് അമ്മേൻ്റെ അടുത്തേക്ക് ഓനെ അങ്ങ് കൊടുക്കും. അമ്മ ഓനെ ഉറക്കും, അമ്മ തൊട്ടിൽ കിടത്തും, പിന്നെ എനിക്കും അമ്മ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ പാല് കൊടുക്കുന്ന ഒരാൾ മാത്രമായിരുന്നു, ബാക്കിയൊക്കെ അമ്മയൊക്കെ അങ്ങ് മാനേജ് ചെയ്തോളായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ എല്ലാം ശീലിക്കണം. പിന്നെ അല്ലുണ്ടി തുമ്പിൻ്റെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇനിയിപ്പോൾ അതും മെല്ലെ അറിഞ്ഞു തുടങ്ങും. അങ്ങനെ കാശിക്കുട്ടനെ അതാ മെല്ലെ കിടത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെസിഫയർ യൂസ് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ. ലൈക്ക് 6 months വരെ അത് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മ നോക്ക് കാലിന് വയ്യാഞ്ഞിട്ട് എങ്ങനെയോ കയറി വന്ന് നോക്കുകയാണ് കേട്ടോ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പം തുമ്പിമോൾ നല്ല ഉറക്കായുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന പെസിഫയറിനെ കുറിച്ചാണ്. പെസിഫയർ 6 months വരെ ഒന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ഭയങ്കരമായിട്ട് യൂസ് ആക്കരുത്. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അത് യൂസ് ആക്കാൻ പാടില്ല. അവിടെ വൈഫൈൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വൈഫൈന് ഇവിടേക്ക് സെറ്റാക്കണമല്ലോ, ഇവിടുത്തത് ഊരിയിട്ടാണല്ലോ അപ്പുറത്തുകൊണ്ടുപോയിത്. അപ്പോൾ ഇവിടേക്ക് സെറ്റാക്കണം. പിന്നെ അത് അച്ഛൻ്റെ ചെറിയൊരു പച്ചക്കറി കൃഷി ഇതാ മുകളിൽ കാണുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ വരെ ഇല്ലായിരുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം അയലിടാൻ പോവാട്ടോ. എന്താ പറയുക, അലക്കിയതൊക്കെ അവിടെ തന്നെ ഉണ്ട്, അതൊക്കെ ഒന്ന് അയൽമേൽ ഇട്ടാട്ട് വെച്ചിട്ട് വന്നതാണ്. നമ്മളെന്തായാലും പറഞ്ഞ പെസിഫയർ 6 months വരെ വലിയ കുഴപ്പമില്ല. 6 months അങ്ങോട്ടേക്ക് നമ്മളത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ. എനിക്കത് കൂടുതൽ എപ്പോഴാണ് യൂസ് ആവുമെന്നറിയോ, അതായത് നമ്മൾ കുറേ നേരം ഫീഡ് ചെയ്തിട്ട് ഇവൻ ഉറങ്ങുന്നില്ല, പിന്നെയും നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർ ഫീഡ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ പെസിഫയർ വെച്ചിട്ട് അവനെ പെട്ടെന്ന് ഉറക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ പുറത്ത് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോൾ കൈ കരുതും, എന്തെങ്കിലും ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി. അല്ലാണ്ട് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ പെസിഫയറിൻ്റെ കഥ പറഞ്ഞാൽ എങ്ങോട്ടോ പോവാണില്ലേ. ഞാൻ എന്താ പരിപാടി എടുക്കണമെന്ന് വെച്ചാൽ മോനെ മേല് കഴിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ്. ഓനൊന്ന് മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ തന്നെ ഓനൊന്ന് ഉഷാറാവും കേട്ടോ. അപ്പം ഞാൻ ഈ അടുത്ത പരിപാടി അതാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ അറിയലുണ്ടായിരുന്നില്ല, അതെല്ലാത്തിലും ഞാൻ പറയേണ്ടിയില്ല ദൈവമേ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇവിടെ സീരിയൽ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സീരിയലിൻ്റെ മുകളിലാണ് കേട്ടോ. ഓനെ മേലൊക്കെ കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം അമ്മ എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇത് അല്ലൂട്ട മോൾ നാടുന്ന് ഇവിടേക്കും ഇവിടെ നാടേക്കും എന്നുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഓൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇവനെ കിടത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. എല്ലായിടത്തേക്കും നോക്കും, ഓരോ മൂലയിലേക്കും നോക്കി, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ കാണാൻ ആരോ വരുന്നുണ്ടാവും എന്നാണ് അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ എപ്പോഴും വന്ന് കാണുന്നുണ്ടാവൂലേ. ഞാനെപ്പോഴും ഇവനോട് ചോദിക്കലുണ്ട്, അമ്മച്ചൻ കാണാൻ വരലുണ്ടോ, അമ്മച്ചൻ എവിടെയപ്പം നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു മൂലയിലേക്ക് നോക്കി കാണിച്ചു തരും. ഇതൊരു യൂണിവേഴ്സൽ പ്രതിഭാസമാണെന്ന് തോന്നുന്നു. അല്ലൂസും ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട്. അല്ലൂസും ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. തുമ്പിയൊക്കെ അതെ ഒരു മൂലയിലെ നോക്കി പ്രത്യേക ചിരിയും വർത്താനം പറച്ചിലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും കൂടിയിരുന്നിട്ട് വർത്താനായി. പിന്നെ ഹെയ്സൂനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ. ഹെയ്സും കല്യാണിയൊക്കെ കല്യാണീൻ്റെ വീട്ടിലാട്ടോ. ഇനിയിപ്പോൾ കട്ട ലീവിന് വരുമ്പോൾ അവരിങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഇവിടെ കഥ പറച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലൂട്ടൻ ചെക്കനെ കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്ത സ്നേഹപ്പെടലാണ് കേട്ടോ. സ്നേഹപ്രകടനമാണ്. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിയിടേനൊന്ന് വേറെ ഒന്നുമല്ല, അമ്മയും ഉണ്ണിച്ചനും വൈശാട്ടനൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും വാങ്ങി വെച്ചാണ്. ഇപ്പോൾ ഇവർ രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവരെത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത യാത്രയാണ്. അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നൊരു പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അമ്മ വണ്ടി കയറി അപ്പോൾ വാള് വെക്കുന്ന ടീമാണ് കേട്ടോ. അങ്ങനെ ഏട്ടനത് ഗാന്ധി ഗ്രാമത്തിൽ കയറിയ സമയത്ത് വാങ്ങിയ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമാട്ടോ എപ്പോഴും വയനാട് പോകുമ്പോൾ ഗാന്ധി ഗ്രാമത്തിൽ കയറി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഉണ്ണിച്ചനടുത്ത് എന്തൊക്കെയോ കഥ പറച്ചിലാണ് കാശിട്ടോ. ഈ ഉണ്ണിച്ചനൊരു പ്രത്യേകത ഉണ്ട്, മക്കളെ നന്നായി ഡീൽ ചെയ്യാനറിയാം. അല്ലും തുമ്പീനെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുനടക്കും കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പാടെ വന്നിനിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇവരിന്ന് കമ്പനി മുക്ക് വീട്ടിലേക്ക് തന്നെ പോട്ടോ. കാരണം ഓർക്കും ഒരു മടിയും ചില ഇവിടെ കിടക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല പുലർച്ചയ്ക്ക് ഇവർക്ക് പോകാൻ വേണം. പിന്നെ ഉണ്ണിച്ചനൊരു ഫ്രണ്ട് വരുന്നുണ്ട്. കാരണം ഇവർ തിരിച്ചങ്ങോട്ടേക്ക് കാറും കൊണ്ട് പത്തനംതിട്ട വരെ ഒറ്റയ്ക്ക് ഉണ്ണിച്ചൻ ഓടിക്കണ്ടേ. അപ്പോൾ അതിന് നല്ലൊരാളും കൂടെ ഉണ്ടാകുമ്പോൾ ബെറ്റർ അല്ലേ. അപ്പോൾ ഉണ്ണിച്ചനൊരു ഫ്രണ്ട് വരും കേട്ടോ. പുലർച്ചയ്ക്കാണ് എത്തുക. എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ.
അമ്മേനെ കണ്ട സന്തോഷത്തിലാണ് അല്ലും തുമ്പിയും. പക്ഷേ തുമ്പി ഇനിയും കരയാനുള്ളതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം അമ്മ ഇപ്പോൾ പോവല്ലോ. പിന്നെ അതാ ഇവിടെ നടക്കുന്നത് അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അമ്മ അതാ ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണേ. പക്ഷേ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടില്ല. അപ്പോൾ അച്ഛൻ കണ്ട് ദാടി ഓള് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അമ്മ ആണോ എന്നാണ്. പിന്നെ അമ്മയ്ക്ക് ഓർമ്മ വന്നു, അയ്യോ ബെൽറ്റ് ഇടുന്നാണോ എടുക്കുന്നതെന്ന്. അപ്പോൾ വേഗം എല്ലാം പിന്നിലോട്ട് വലിഞ്ഞാൽ കണ്ടോ. ദാമേനെ പോലെ ക്യാമറ കണ്ടതിൻ്റെ അപ്പം മറ്റേ തോടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുക ചെയ്യുക കേട്ടോ. ഇടയ്ക്കൊന്ന് മാറ്റി കൊണ്ടുവന്നേ ഇനി ഒന്നുകൂടെ സെറ്റാക്കി എടുക്കണം. പിന്നെ ഇത് എത്തണില്ല എന്ന് പറഞ്ഞാൽ അല്ലു കുറേ വലിച്ചോക്കണം മുമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് എത്തണില്ല എന്ന്. അങ്ങനെ ഇതാ അവരെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്താ കാര്യമായിട്ട് ഒരുങ്ങി പിടിച്ച് വന്നതാട്ടോ. ബട്ടണൊക്കെ ഇട്ട് സെറ്റായിട്ട് വന്നായിരുന്നേ. ഇപ്പം നോക്കിക്കോട്ടോ അച്ഛൻ ബട്ടൺ ഇട്ടതിൻ്റെ ലക്ഷണം. ബട്ടൺസ് കണ്ടോ. അതും തെറ്റിപ്പോയി. അച്ഛൻ പറയാം, ഹൈ ഇന്നിപ്പോൾ ഈ കുട്ടീൻ്റെ ക്യാമറേൻ്റെ മുമ്പിലേക്കാണല്ലോ ഞാനൊക്കെ പെട്ടതെന്ന്. അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ട്രോളോട് ട്രോൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അച്ഛനും പോകാൻ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിച്ച എല്ലാവരോടും യാത്ര പറയുകയാണ്. അല്ലും തുമ്പിയും ചാടി കളിക്കുകയാണ്. പൊട്ടന്മാർക്ക് അറിയില്ലല്ലോ. ഇപ്പം തുമ്പിക്ക് മനസ്സിലായി കാര്യം പിടികിട്ടിയതാ. വയ്യാലെ പോകുന്നുണ്ട് കുട്ടി. അയ്യോ എനിക്ക് സങ്കടമാവും ഇതിൻ്റെ കാര്യം ആലോചിക്കും കേട്ടോ. അതൊരു ഭയങ്കര ഇമോഷണൽ പേഴ്സണാണ് ഗൈസ്. ഭയങ്കര കരച്ചിലോളിയുമ്പോൾ തുമ്പി. അങ്ങനെ ഒരു പോവാണ്. ഇനിയിപ്പം അമ്മേനെ ഞാൻ എപ്പോഴാണ് കാണുകയെന്ന് എനിക്കറിയില്ല. അയ്യോ 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 അയ്യോ. ഇവരാണെങ്കിൽ മൂന്നാറിലേക്കാണ് പോണത്. പത്തനംതിട്ടയും ദൂരം തന്നെയാണ്, ഇല്ലയെന്നല്ല. ഞാൻ പിന്നെ അമ്മേനോട് അമ്മ ഇടയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങണേ, എന്നെ കാണാൻ വരണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉണ്ണിച്ചനോടും പറഞ്ഞിട്ടുണ്ട്. 5-6 മാസം ആവും ഇനിയിപ്പം. മൂന്നാർ തന്നെ ആയിരിക്കും ഉണ്ണിച്ചനും ഡ്യൂട്ടി ഉണ്ടാവുക. എന്താ പറയുക, ഇനി നമുക്ക് മൂന്നാർ പോയി കാണണവരെ അല്ല പിന്നെ. നമ്മുടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓൾ കരച്ചിൽ നിർത്തുന്ന ഒരു ലക്ഷണമില്ല. അമ്മ ഒക്കെ കാശി കൊഞ്ചിയിലിടാൻ പൈസ കൊടുത്തു നോക്കി, കിൻഡർ ജോയ് വാങ്ങണം എന്ന് പറഞ്ഞു നോക്കി. പൈസ ഓൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും എന്താ ഒരു കുട്ടിക്ക് തൃപ്തിയായില്ല. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കാശിനെ ഞാൻ അങ്ങനെ പറയാം, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാശിയും ചോദിക്കും പൈസ എന്ന്. ഇതൊക്കെ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ വാങ്ങുമല്ലോ. പക്ഷേ ഇതിങ്ങൾ തരില്ല. ഇവർക്ക് കാശി കുഞ്ചിണ്ട് കഴിച്ച് കാശി കുഞ്ചി അതിൽ കൊണ്ടേ ഇടില്ല. അപ്പോട്ടോ അല്ല ഇട്ടോട്ടെ, എന്തെങ്കിലും സമ്പാദ്യം അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പൊട്ടിക്കല്ലോ. അയ്യോ അയ്യോ. അങ്ങനെ ഇതാ കാശിക്കുട്ടനോടും ചാറ്റയൊക്കെ പറഞ്ഞ് അമ്മ പോവാണ് കേട്ടോ. ഇനി കണ്ടോ നല്ല ഉറക്കത്തിലാണ് അവൻ. എപ്പോഴും ഇവർ പോകുന്ന സമയത്തൊക്കെ നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അച്ഛനോടും ഇളയമേനോടും അമ്മേനോടൊക്കെ ഒന്നുകൂടി പറഞ്ഞു വരാറിട്ട് അമ്മ അകത്തേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു പോകുമ്പോൾ കാണൂല, പുലർച്ചെ ആകുമ്പോൾ ഒരാടുന്ന് അങ്ങോട്ട് പോവുക ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് കാണണം. ഓണത്തിനൊന്നും എന്തായാലും ഇനിയിപ്പം ഒരുമിച്ചായിരിക്കില്ല. കാരണം ആരൊക്കെയോ കമൻറ്റ് ചോദിച്ചിരുന്നു ഓണത്തിന് വരുമെന്ന്. ഇപ്പോൾ ഓണം ഇനി അടുത്തായില്ലേ. ഇനിയിപ്പോൾ അപ്പോഴവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ, ഓരോ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. മാത്രമല്ല കാശീൻ്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാവും. പിന്നെ വൈശാട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. അതാകുമ്പോൾ എവിടെയും പോകണമെങ്കിലൊന്നും നമുക്ക് പിന്നെ ആരെയും എന്താ പറയുക ആശ്രയിക്കണ്ടല്ലോ. വൈശാട്ടനോട് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇത്രയും ദൂരം ചെറുതിനെയും കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ പോസിബിൾ ആയിരിക്കില്ല. എന്തായാലും നോക്കാം നമുക്ക്. എന്താണെങ്കിലും നിങ്ങൾ അറിയാമല്ലോ. അങ്ങനെ ഇതാ അവർ പോവാണ്. തുമ്പീനെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളങ്ങ് ഓക്കെ ആയിട്ടോ. കുറച്ച് നേരത്തേക്ക് ഓളെ കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. വൈശാഖേട്ടൻ എന്താ റൂട്ടല്ല ബാക്കിൽ എന്താ വണ്ടി വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, ലെഫ്റ്റ് റൈറ്റ് ആ സാധനം പറയാൻ വേണ്ടി പോയതാണ് കേസ്. കാരണം ഇതൊരു 1.5 വളവാണ്. ഞങ്ങളെ ഈ വളവ് ഒത്തിരി റിസ്ക് ഉള്ള വളവാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പെട്ടെന്നൊരു വണ്ടി അങ്ങോട്ടേക്ക് കയറുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ അവർ പോവാണ്. അവർ പോയി ഗൈസ്. ഇനിയിപ്പോൾ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. അല്ലൂസ് സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടുന്നത്. ഇനിയിപ്പം ഞങ്ങൾ പോയി ഇവരെയൊക്കെ ഒന്ന് ഉറക്കട്ടെ, ഒക്കെ ഒന്ന് സെറ്റാക്കട്ടെ, ഒന്നീന്ന് സെറ്റാക്കട്ടെ എന്നൊക്കെ പറയില്ല. അതുപോലെ ഒന്നീന്ന് സെറ്റാക്കട്ടെ. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കണേന് അതൊക്കെ റൂമിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. തുമ്പീനോട് അച്ഛൻ പൈസ വെച്ചത്, മോളെ അച്ഛന് കൊണ്ട പൈസ മഞ്ച് വാങ്ങി വരാമെന്ന്. ആ കോള് കൊടുത്തേ. സാധാരണ അവൾ പൈസ ഒന്നും കൊടുക്കാത്തത്. അപ്പോഴത്തെ സങ്കടത്തിൻ്റെ പുറത്തങ്ങ് കൊടുത്ത്. പക്ഷെ തിരിച്ച് വാങ്ങി ഓൻ തന്നെ കൊടുത്ത്. കണ്ടോ ഏട്ടൻ വേഗം വാങ്ങി പെങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ. എന്താ സ്നേഹം എന്നറിയോ. അങ്ങനെ ഒരു വിധത്തിൽ ഓരങ്ങ് സെറ്റാക്കി. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ, എനിക്ക് സങ്കടപ്പെടാനുള്ള സമയമല്ല, ഓരോ സങ്കടം തീർക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. ബൈ.